ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ്, മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കോ. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു അവരുടെ ഇപ്പോഴത്തെ ഒരു സീക്രട്ടായിട്ട് അവർ വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ നാളായിട്ട് കോണ്ടാക്റ്റിലില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലെസ് കോണ്ടാക്റ്റ് ആണ്. എന്താണ് ആ പേഴ്സൻ്റെ ഒരു ഇപ്പോൾ അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണെന്നറിയാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു അവരുടെ ആ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ആ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അപ്പിയറൻസ് പറയുകയാണെങ്കിൽ നമുക്ക് മൈന്യൂട്ടായ കുറച്ച് റീഡിങ്ങുകൾ നമുക്ക് എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു ഉയരമുള്ള വ്യക്തിയാകാൻ, കൂടുതൽ ആളുകൾക്കും ഒരു ഉയരമുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരു ഇരുണ്ട നിറത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള നിറം ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നല്ല വൈറ്റ് കളറുള്ള വ്യക്തികളാണെങ്കിൽ കൂടി ടാനൊക്കെ വന്നിട്ട് ചെറിയൊരു ഇരുണ്ട നിറത്തിലേക്ക് പോകുന്ന ആ ഒരു രീതിയിലുള്ള കളറാകാൻ ചാൻസ് ഉണ്ട്. മുടി നീളമുള്ള, ഇപ്പോൾ ഒരു ഫീമെയിൽ ആണെങ്കിൽ ഓൾറെഡി മുടിക്ക് നീളമുള്ള, നല്ല നീളമുള്ള മുടിയുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. മെയിൽ ആണെങ്കിൽ കൂടി അവർ മുടി നീട്ടി വളർത്തിയിട്ടുള്ള വ്യക്തികളാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു കൂടുതലായിട്ടും മെയിലായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഒരു മെയിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സന്റെ കണ്ണിന് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളറ്, കൃഷ്ണമണിക്ക് ഒരു യെല്ലോയിഷ് കളറ് കയറി വരുന്ന ആ ഒരു രീതിയിൽ കുറച്ച് കാണുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഫുള്ളി നിങ്ങളെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയങ്ങളിൽ നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവാം, നല്ല സപ്പോർട്ട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ പല സമയത്തും പല രീതിയിലുള്ള ഒരു സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടാകാം. ചില സമയങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടാകാം, ചില സമയങ്ങളിലൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് അവർ പല പ്രോമിസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. നിങ്ങളെ വിട്ട് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ഇനി നിങ്ങൾ ആ ഒരു പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയാൽ പോലും ഇവർക്ക് അതിന് കഴിയില്ല എന്നൊക്കെ ഇവർ പല പ്രോമിസുകളും തന്നിട്ടുണ്ടാകാം. പക്ഷെ ഇവരാണ് നിങ്ങളെ ഒഴിവാക്കി പോയത് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ടും പറ്റുന്നത്. റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയതും ഇവർ തന്നെയാണ്. കാരണം കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സൺ തന്നെയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷനും ഹാർമണിയും ഒക്കെ ഉണ്ടാക്കിയതൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ വലിച്ചുകൊണ്ട് പോയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ സമയത്തൊക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ അത്രയധികം ഒരു ഇൻവോൾവ്ഡ് ആയിരുന്നില്ലായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കാം നിങ്ങൾ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒത്തിരി അധികം എഫേർട്ട് ഇട്ട് ഭയങ്കര ചാടി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ കൺട്രോളും എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ
ഒത്തിരി പ്രൈസ് ചെയ്യുന്ന, പുകഴ്ത്തി ഇങ്ങനെ പതപ്പിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നിരിക്കാം. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടോ ഒക്കെ, അതായത് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അതേ രീതിയിൽ നിങ്ങളെ കൊണ്ടു നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ആ ഉള്ളം കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴത്തോട്ടിട്ടങ്ങ് ആള് സൈലന്റ് ആയിട്ട് പോയ അതുപോലത്തെ ഒരു ഇതാണ്, എനർജീസ് ആണ് നമുക്ക് വരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ബിഹേവിയർ നിങ്ങൾക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു നേച്ചർ നിങ്ങൾക്കുണ്ടായിരിക്കാം. എപ്പോഴും ആ ഒരു കാര്യത്തെ പുകഴ്ത്തി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇത് കുറച്ച് പേർക്കെങ്കിലും റെസിനേറ്റ് ആവുന്നുണ്ടായിരിക്കാം. അത് ജസ്റ്റ് നമുക്കൊന്ന് കമന്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നോ എപ്പോഴും തന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക, അല്ലെ മുടി ഒരു സ്ട്രെയിറ്റ് മുടിയാ നല്ല രസമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കെയറിങ്, നിങ്ങൾ ഒറ്റ കെയറിങ് ആട്ടോ എന്നുള്ള രീതിയിൽ എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ലവിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയോ അങ്ങനെ എന്തിനെ കുറിച്ചെങ്കിലും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ പ്രൈസ് ചെയ്ത് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയാണ് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി വേയിലേക്ക് ഈ വ്യക്തി സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള എനർജീസ് ആണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ പോയതിന്റെ ഒരു കുറ്റബോധം ഇവർക്കും നന്നായിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു അങ്ങനെ പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഫീലിങ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് എനർജി അവർക്ക് വരുന്നുണ്ട്. അപ്പൊ അവരുടെ പല കാര്യങ്ങളും തടസ്സപ്പെടുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി അവരുടെ മനസ്സോടെ, ഒരു നല്ല മനസ്സോടെ നിങ്ങളെ വിട്ടിട്ടോ നിങ്ങളെ മടുത്തിട്ടോ ഒന്നും ആയിരിക്കില്ല അവര് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അല്ലാതെ ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കാം. അതൊരു തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. അപ്പൊ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. അങ്ങനെ ആ വ്യക്തി അങ്ങ് മാറിപ്പോയതാണ്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന സമയത്തും അവര് ഉള്ളിന്റെ ഉള്ളിൽ ഒട്ടും തന്നെ ഒരു ഹാപ്പി അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും രണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ച് നിന്നാലുള്ള അവസ്ഥ എന്താ, ആ ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിൽ ആ ഒരു സിറ്റുവേഷനിലായിരുന്നപ്പോൾ താൻ അത്ര ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളൊരു കാര്യം പലപ്പോഴും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായി ഈ ഒരു പേഴ്സൺ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ അടുത്തേക്ക് പോയി അവരവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഞാൻ മാത്രമേ ഇവിടെ കരഞ്ഞു കൂവി വിളിച്ചിരിക്കുന്നേ ഉള്ളൂ, എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അവർ ഔട്ട്ഫിറ്റ് പുറത്ത് കാണിക്കുന്നത് വളരെ സന്തോഷത്തിലായിരിക്കാം. അപ്പൊ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവര് ഈ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല, ഞാൻ ഇവിടെ കഷ്ടപ്പെടുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും. ആ ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ വിട്ടുപോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന ആ ഒരു മെമ്മറീസ് എല്ലാം ഇവര് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവർക്ക് സാധിക്കാതെ വന്ന സമയത്താണ് ഇവർ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് വരെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് പോവാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഇതിനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായി മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ഇവരെ വളരെയധികം മോശമായിട്ട് അല്ലെങ്കിൽ ഇവരെ ഒരു ചീറ്ററായിട്ടാണ് കാണുന്നതെന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ കാണുന്നത് അങ്ങനെയാണെന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ഇവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരു ചീറ്ററായിട്ട് കാണുന്നു, ഒരു മോശം ആളായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എന്നെ നശിപ്പിച്ച് നാരായണക്കല്ലിട്ടിട്ട് പോയൊരു വ്യക്തി എന്ന രീതിയിൽ കാണുന്നു, ഇങ്ങനെയൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ അവരെ കാണുന്നത് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് വന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇന്ന കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഒരു അവസ്ഥയായി പോയി, അല്ലെങ്കിൽ ഇന്നൊരു സിറ്റുവേഷൻ വന്നു, നീ ഇത് മനസ്സിലാക്കണമായിരുന്നു, എനിക്കിത് പറയാനൊരു സമയം കിട്ടിയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഉള്ളുകൊണ്ട് ഒരു ചളിപ്പൊക്കെ തോന്നുന്നുണ്ട്, ഇങ്ങനെ ചെയ്തു പോയത് മോശമായി പോയി എന്ന കാര്യത്തിൽ. അപ്പൊ നിങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും,
എന്നുള്ള ആ ഒരു നാണം അല്ലെങ്കിൽ ഒരു പേടി ഒക്കെ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദേഷ്യപ്പെടുന്ന, പല കാര്യങ്ങളിലും എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവര് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാണെന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന എനർജീസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടി അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തകളും അവർക്കുള്ളതായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടുതൽ പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കാം നിങ്ങൾ. ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കാം. അത്തരത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൺട്രോളിങ് പവർ ഒക്കെ കൂടുതലുണ്ടായിരുന്നു. എടുത്തിയടി ഒന്ന് നമ്മൾ ഒന്നെന്ന് പറയണതിന് മുന്നേ 5, 6 എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു പ്രകൃതക്കാരിയായിരുന്നു, അല്ലെ പ്രകൃതക്കാരനായിരുന്നു നിങ്ങളെന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് കഴിഞ്ഞില്ല. പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് വരെ ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റുകൾ ഉണ്ട് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്ന എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഈ ഒരു സമയത്തും അവര് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാതെ മടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാത്തതും അതൊക്കെ തന്നെയാണ്. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. കേൾക്കാനായിട്ട് മുഴുവനായിട്ട് ഒരു സമാധാനത്തോടെ ഇന്ന് കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ആണ് എന്ന രീതിയിലാകണമെന്നില്ല. ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലി ഒന്ന് സെറ്റിൽമെന്റ് ചെയ്യാനോ ഒക്കെ പോയതായിരിക്കാം അവര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കാത്തത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കൊണ്ടും ഒക്കെ ആണ് എന്നൊരു എനർജി നമുക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അവരുടെ ഭാഗം കൂടി കേൾക്കാനായിട്ട്, അവരെന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും അവർ അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു, നിങ്ങളോട് പറയാതെ അവർക്ക് ഇങ്ങനെ പോകേണ്ടി വരില്ലായിരുന്നു എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവര് നിങ്ങളെ കുറ്റം പഴിചാരുന്നതോടൊപ്പം തന്നെ അവരെയും സ്വയം പഴിചാരുന്നുണ്ട്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിൽ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു ഈ ഇത്ര സ്ട്രഗിൾസിലും സിറ്റുവേഷനിലൊക്കെ വന്നു പെട്ടതുകൊണ്ട് അവരെ തന്നെ പഴിചാരുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ അവർക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അതുപോലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒരു കാര്യങ്ങളും. ഈ ഇത്തരത്തിലുള്ള കുറ്റബോധങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിച്ചു, നിങ്ങളെ ചതിച്ചു പോയി, അത് അവർക്കൊരു കുറ്റബോധമായിട്ട് കിടക്കുകയാണ്. ആ ഒരു കുറ്റബോധത്തിനെ കുറിച്ച് ഇവരെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇനി നിങ്ങൾ അവര് മൂലമാണല്ലോ ഇങ്ങനെ വന്നു പോയത് എന്നുള്ളൊരു കുറ്റബോധവും. അതോടൊപ്പം തന്നെ ഇനി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പറ്റില്ല, ഇത്രയും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ വഷളായി പോയല്ലോ, ഇനി ഇതെങ്ങനെ തിരിച്ചെടുക്കും എന്നതിനുള്ള ചിന്തകളും എല്ലാം കൂടെ കൂടിയിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ, ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ തിരികെ വരും എന്നൊരു പ്രതീക്ഷ, ചെറിയൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന എനർജീസ്, കൂടുതലും ആളുകൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള ആളുകളാണ് എന്നാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിൽ ഉള്ളത് അല്ലെങ്കിൽ എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ തൊട്ടടുത്ത് ഉള്ള വ്യക്തികളല്ല, കാണാനായിട്ടോ നേരിട്ട് കാണാനായിട്ടോ ചാൻസ് ഉള്ള വ്യക്തികളല്ല എന്നാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സിറ്റുവേഷന് ഒരു എൻഡ് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും, ഒരു എൻഡ് വരും എന്നാണ് അവരും ചിന്തിക്കുന്നത്. അതങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. എല്ലാം സോൾവ് ആകും എന്ന രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങളെല്ലാം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ വരും എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ഫീലിങ്സുകളും ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. കാരണം ആരോടും ഇവർക്ക് പറയാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് ആരുമില്ല, ആരോടും പറയാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോടൊട്ടും തന്നെ പറയാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഇതെല്ലാം അവരിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെയുള്ള എനർജീസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പല കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു നല്ല രീതിയിലേക്ക്, ഒരു സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്.
എന്തൊക്കെയോ ചെയ്ത് അവരങ്ങനെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു 60% ആളുകളും ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത്. അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ നിങ്ങളെ വെറുത്തോ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയ ആളുകളെ എനർജി കിട്ടുന്നില്ല നമുക്ക്. കൂടുതലും ഈ ഒരു സാഹചര്യം കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നിങ്ങളിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്ന എനർജീസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രത്തോളം ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോഴും അവർക്ക് അതേ ഒരു സ്നേഹം അല്ലെ അതേ ഒരു ഇഷ്ടം നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് അവർ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ക്ഷമിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഈ ഒരു ലെവലിലേക്ക് വരില്ലായിരുന്നുവെന്നും അവര് തക്കതായ സമയത്ത് ഒരു ഡിസിഷൻ എടുത്ത് നല്ല രീതിയിൽ വന്നിരുന്നെങ്കിലും ഇങ്ങനെ വരില്ലായിരുന്നു. ഇതൊക്കെ അവർ സ്വയം പഴിക്കുന്നു, നിങ്ങളെ പഴിക്കുന്നു, ഈ ഒരു സിറ്റുവേഷൻ ആയിപ്പോയതിനെ ഓർത്ത് പഴിക്കുന്നു. അങ്ങനെ അതൊക്കെയാണ് ഇവരുടെ ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്രയും ഫീലിങ്സുകളാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലെറ്റർ ഡി ആണ്. 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ആണ് കിട്ടിയിരുന്നത്. ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടുന്നുണ്ട്. റീഡിങ്. ഓക്കെ, യെസ്, പോസിബിൾ. ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്താണോ വിചാരിച്ചത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1979 വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 56 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1986 കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 13 കിട്ടുന്നുണ്ട്. ലെറ്റർ ടി കിട്ടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. യെല്ലോ കളർ. ലെറ്റർ എൻ. നമ്പർ 52. പെറ്റ് ലവേഴ്സ്. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 8. നമ്പർ 22. എബ്രോഡ്. ഓക്കെ, വീണ്ടും നമുക്ക് വളരെ നമ്മുടെ റീഡിംഗ് കിട്ടിയ ഒരു ക്ലൂ തന്നെയാണ് എബ്രോഡ്. 1977. നമ്പർ 25. ഗ്രീൻ കളർ. ലെറ്റർ ജെ. ഫ്ലവേഴ്സ്. നമ്പർ 3. നമ്പർ 26. ലോങ് ഹെയർ. ഓക്കെ, അത് നമ്മൾ റീഡിംഗ് കിട്ടിയിട്ടുള്ളതാണ്. ലെറ്റർ എം. ലെറ്റർ എൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സ്പിരിച്വൽ വേൾഡ് വിത്ത് ടാരോട്ട്സ് 2.0 എന്നാണ് ചാനലിന്റെ പേര്. ഞാൻ ഈ ഒരു റീഡിങ്ങിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പരമാവധി ആളുകൾ അതൊന്ന് കയറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.